വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്ന് ഒരു കാര്യം പറയുന്നത് ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് നമ്മളെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും വിചാരിക്കും, എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ച്, അല്ലെങ്കിൽ എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം തന്ന്. ഏറ്റവും എനിക്ക് തോന്നുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അവർ സാറ്റിസ്ഫൈ ആണെന്ന് തോന്നുള്ളൂ. അവരുടെ ഷേപ്പിലും അവരുടെ സൗന്ദര്യത്തിലും അവരുടെ ജീവിതത്തിലൊക്കെ ഒരു തൃപ്തിയുള്ള മനുഷ്യർ തീരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് എന്നെ ഈ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് നമ്മളെന്നുള്ളത് നമ്മൾ മറക്കണ്ട. അവൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചത്. അവന് ഇഷ്ടമുള്ള പോലെ, അവൻ്റെ മനസ്സ് പോലെ അവൻ സൃഷ്ടിച്ചു. അവൻ്റെ കരവിരുതാണ് നമ്മൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഭാഗം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മനസ്സിൽ അത് ഉരുവായിട്ട് അവൻ്റെ കൈ കൊണ്ട് അവൻ മെനഞ്ഞ് അവൻ ഈ ലോകത്തിന് ഒരു സമ്മാനമായിട്ട് നൽകിയതാണ് നമ്മളെ. അതായത് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് ഹാർട്ട്, ഫോംഡ് ബൈ ഹിസ് ഹാൻഡ്സ് ആൻഡ് ഓഫേർഡ് ആസ് എ ഗിഫ്റ്റ് ടു ദ വേൾഡ്. അപ്പോൾ നമ്മൾ എത്ര പ്രഷ്യസ് ആയിരിക്കണം. നമ്മളൊരു ഗിഫ്റ്റായിട്ട് ദൈവം തരണമെങ്കിൽ അത് ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതേപോലെ തന്നെ മച്ച് മോർ ദാൻ എ വർക്ക് ഇൻ പ്രോഗ്രസ്. അത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള പറയുമ്പോൾ അറിയാമല്ലോ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. അതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് നമ്മൾ അവൻ്റെ ഒരു നല്ല വർക്കാണ്. യു ആർ ഹിസ് ഗുഡ് വർക്ക്. What he started in you will gloriously unfold for a lifetime. നമ്മളുടെ ദൈവം എന്ത് പ്രവൃത്തി ആരംഭിച്ചോ അത് വന്നിട്ട് നമ്മളുടെ ഫുൾ ലൈഫ് ടൈമിൽ അത് ഗ്ലോറിയസ് ആയിട്ട് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ രീതിയിൽ അത് എൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഹീ സീസ് ബ്യൂട്ടി ഇൻ യു. നമ്മളിൽ അവൻ സൗന്ദര്യം കാണുന്നു. ബിക്കോസ് യു ആർ മെയ്ഡ് ഇൻ ഹിസ് ഇമേജ്. കാരണം ദൈവം അവൻ്റെ സ്വന്തം സ്വരൂപത്തിലാണ് എന്നെയും നിന്നെയും സൃഷ്ടിച്ചത്. അപ്പോൾ അവൻ്റെ സ്വരൂപത്തിലുണ്ടാക്കിയാൽ ഒരിക്കലും അത് മോശമായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ദൈവം നമ്മളിൽ സൗന്ദര്യത്തെ കാണുന്നു. അതുപോലെ തന്നെയാണ് ബിക്കോസ് യു ആർ മെയ്ഡ് ഇൻ ഹിസ് ഇമേജ് ആൻഡ് റെഡീംഡ് ബൈ ഹിസ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നിറച്ചിരിക്കുകയാണ്, അവൻ വിടുവിച്ചിരിക്കുകയാണ്, അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഇറ്റ്സ് ട്രൂ. ഗോഡ് സേസ് യു ആർ ക്രിയേറ്റഡ്, ചോസൺ, ചെറിഷ്ഡ്, സെലിബ്രേറ്റഡ് ഈസ് ഫോർ എവർ. അപ്പോൾ നമ്മളെ എത്രമാത്രം മഹത്വമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. നമ്മൾ തിരികെ ചെല്ലുമ്പോൾ ചെറിയ ഉത്തരവാദിത്വമൊക്കെ നമുക്കുണ്ട് കേട്ടോ. നമ്മളോട് ചോദിക്കുന്നു, ഈ ഭൂമിയിൽ എന്താ ചെയ്തതെന്ന് ചോദിക്കും. എന്ത് ചെയ്യുമായിരുന്നു, നിന്നെക്കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ചോദിക്കും. നമ്മൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് ഇത്രയും മാത്രം ചിന്തിക്കാം. നമ്മളോട് ദൈവം പറയാണ്, നമ്മളെ ദൈവം ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മളെ ചോസൻ ചെയ്തതാണ്, തിരഞ്ഞെടുക്കപ്പെട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയഷ്ഡാണ്, സെലിബ്രേറ്റഡാണ്. നമ്മൾ ദൈവം മുമ്പാകെ ഒരിക്കലും കുറവുള്ളവരാകാതെ ദൈവത്തിന് ഇഷ്ടമുള്ളതും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും മനുഷ്യർക്കും ദൈവത്തിനും പ്രീതികരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ടും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ ടു ഓൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ടു ഓൾ.